ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ, മാലാഖമാരെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഇന്ന് തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മാലാഖമാരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളും ദൈവത്തെ മുഖാഭിമുഖം കാണുന്നവരുമാണ് എന്ന് നമുക്കറിയാം. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ആ നിമിഷം മുതൽ നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയുണ്ട്. നാം കരയുമ്പോൾ നമ്മോടൊത്ത് കരയുന്ന, നാം ചിരിക്കുമ്പോൾ നമ്മോടൊത്ത് ചിരിക്കുന്ന ഒരു കാവൽ മാലാഖ, നമ്മുടെ ജീവനെ പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു കാവൽ മാലാഖ. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാവൽ മാലാഖയോട് സംസാരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാവൽ മാലാഖയുടെ സ്വരം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ആ സ്വരം കേൾക്കുവാൻ കുറച്ച് സമയം നമുക്ക് നീക്കിവെക്കാം. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ ഈശോനാഥൻ നമ്മോട് പ്രകാരം പറയുന്നു: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതെ, ചെറിയവരെയും വലിയവരെയും സംരക്ഷിക്കുവാൻ ദൈവം മാലാഖമാരെ നിയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന് മനുഷ്യ മക്കളോടുള്ള സ്നേഹം എത്ര മഹനീയമാണ് അല്ലേ? പ്രിയ കുഞ്ഞുങ്ങളെ, ജപമാല മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും മാലാഖയുടെ വിളികൾ കേൾക്കുവാനും മാലാഖമാരെ കാണുവാനും അവർക്ക് പ്രത്യുത്തരം നൽകുവാനും ഭാഗ്യം ലഭിച്ചവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ള കാവൽ മാലാഖയുടെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപാവരത്തിനായി നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കാരുണ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും എന്നും നമ്മെ വഴി നടത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ കുഞ്ഞു മക്കളെ, ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ടീച്ചർ.